ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഇച്ചിരി വിഷമമുള്ള ഒരു കാര്യം പറയാനാണ് കേട്ടോ. ആലപ്പുഴയിൽ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച ഒരു ഹോസ്പിറ്റലിൽ നടന്നിട്ടുണ്ടെന്നും ഭയങ്കരമായിട്ട് വൈകല്യങ്ങളായിട്ടൊരു കുഞ്ഞ് ജനിച്ചെന്നും അതിനുവേണ്ടി 4 ഡോക്ടർമാരെയാണ് സസ്പെൻഡ് ചെയ്തേക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നേ. 7 തവണയാണ് അവർ ലാബിൽ പോയി ടെസ്റ്റൊക്കെ നടത്തിയത്. ഒരു കുഞ്ഞ് ജന്മം കൊണ്ട് ഒരു മാസം കൊണ്ടല്ലല്ലോ പൂർത്തിയാകുന്നത്. ഈ 9 മാസമുണ്ട്. ഈ 9 മാസത്തിൽ 7 പ്രാവശ്യം അവർ പോയി സ്കാൻ ചെയ്തതാണ്. ഈ സ്കാൻ ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്കാൻ ചെയ്യുമ്പോഴേ അറിയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് എന്നിട്ട് ഇവർ അതുങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു? അതുങ്ങൾക്ക് അത് 1-2 വൈകല്യങ്ങളല്ല ആ കുഞ്ഞിന് പറ്റിയേക്കുന്നതെന്നാണ് ന്യൂസിനകത്ത് കാണുന്നത്. ഈ ഒത്തിരി വൈകല്യങ്ങൾ ആ കുഞ്ഞിന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഉള്ളവരുടെ ഒരു ശ്രദ്ധയ്ക്ക് എവിടെയെങ്കിലും ഒരു ലാബിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും നോക്കിയിട്ട് അത് ഏതെങ്കിലുമൊക്കെ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെയൊക്കെ ഒന്ന് കാണിച്ച് നോക്കണം. ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അത് നമ്മളെക്കൊണ്ട് ആർക്കും താങ്ങാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു അവസ്ഥ ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ആ ജനിച്ച നവജാത ശിശു ആ കുഞ്ഞിനുണ്ടല്ലോ, ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ സ്ഥാനത്തല്ല, വായ അതിൻ്റെ തുറക്കത്തില്ല. അതിൻ്റെ ഹാർട്ടിനാണെങ്കിൽ ദ്വാരമുണ്ട്. അതിന് ജനേന്ദ്രിയങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ അത് വായിൽ കൂടെ അത് ട്യൂബാണ് അതിന് ഇട്ടേക്കുന്നത്. ആഴ്ചയിൽ മാറ്റണമെന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണ് ഇത്രയും മാനസികാവസ്ഥയിൽ ഒരു തള്ളയായാലും തന്തയായാലും അതൊക്കെ ഒന്ന് അറിയുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇത് ആർക്കാണ് വീഴ്ച പറ്റിയത്? ഇത്രയും സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്തിട്ട് അവരുടെ കാര്യങ്ങളൊന്നും ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അറിയുന്നില്ല, അതിനകത്ത് വന്നിട്ടില്ല. സ്കാൻ പേപ്പറിനകത്ത് അല്ലെങ്കിൽ ചെയ്തതിനകത്ത് ഈ കുഞ്ഞിൻ്റെ അവസ്ഥകളൊന്നും തെളിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പം അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത്രയും ശാസ്ത്രീയമായിട്ട് എല്ലാ കഴിവുകളും എല്ലാം വളർന്ന സ്ഥിതിക്ക് അങ്ങനെയൊക്കെ പറയുന്നത് ആരുടെ ഭാഗത്താണ് ശരിക്കും വീഴ്ച പറ്റിയേക്കുന്നത്? ഡോക്ടർമാരുടെ ഭാഗത്താണോ, ലാബിൻ്റെ ആണോ, ആരുടെ ഭാഗത്താണ് ഇത്രയധികം വലിയ വീഴ്ചകൾ പറ്റിയേക്കുന്നത്? എന്തുവായാലും ആ തള്ളയ്ക്കും താങ്ങാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു ദുഃഖവും ദുരിതവുമായി മാറിയില്ലയോ? അതും നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത്. അത് ഒരിക്കലും ആർക്കും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റാത്തവർ ഇതിലെന്ത് നിയമ നടപടികളാണ് ഇവരെടുക്കാൻ പോകുന്നത്? ഇതിനകത്ത് ആരൊക്കെയാണ് ഇതിനകത്ത് ഉത്തരവാദികൾ? ഇതിനകത്തൊക്കെ എന്തൊക്കെയാണ്? ആദ്യത്തെ ഒരു റിപ്പോർട്ടിൽ അത് കാണുമ്പോൾ തന്നെ അതുങ്ങളോട് അത് പറയേണ്ടായിരുന്നോ? ഇതിപ്പോൾ 7-8 പ്രാവശ്യം ഓരോ ടെസ്റ്റുകളും നടത്തി എല്ലാ ലാബിലും പോയി എല്ലാ സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ട് പോലും അതുങ്ങളുടെ അത് അറിയുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തിലെ ഉത്തരവാദികൾ ആരാണ്? എനിക്ക് ഭയങ്കര വിഷമവും സങ്കടം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് ഇടുന്നത്. 1-ാം മാസം മുതൽ ആറ്റുനോറ്റിരുന്നിട്ട് 9-ാം മാസം നമ്മൾ പ്രസവിക്കുന്ന ആ കുഞ്ഞിന് ഹാർട്ടിന് ഓളുണ്ടെന്നും ജ്ഞാനേന്ദ്രിയത്തിനകത്ത് കംപ്ലൈൻ്റ് ഉണ്ടെന്നും അതുപോലെ തന്നെ കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. ആ കുഞ്ഞിന് വായ്ക്കകത്തും ബുദ്ധിമുട്ടുണ്ട്, തുറക്കത്തില്ലെന്ന് കുഞ്ഞിൻ്റെത്. അതുപോലെ തന്നെ ആണെങ്കിൽ കുഞ്ഞിനെ കമത്തിയാണ് ഇങ്ങനെ മലത്തി കിടത്തുമ്പം കുഞ്ഞിൻ്റെ നാക്ക് അങ്ങ് താന്നു പോകുന്നു. അപ്പം കമത്തിയാണ് കുഞ്ഞിനെ കിടത്തുന്നത്. ഈ കമത്തി കിടത്തുന്നത് കൊണ്ട് കുഞ്ഞിന് പരമാവധി ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് ആ ന്യൂസിനകത്ത് പറഞ്ഞത് ഞാൻ കേട്ടത്. അത് തന്നെയുമല്ല, കമത്തി നടപ്പം കുഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെ ഒരു തള്ളയും തന്തയും വീട്ടുകാരും ഒന്നിരിക്കുന്നതൊന്ന് ആലോചിച്ച് നോക്കിക്കുക. അപ്പോൾ ഇതിനകത്ത് ആരാണ് വീഴ്ച ചെയ്തേക്കുന്നത്? ഇത്രയൊക്കെ സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അറിയാഞ്ഞത്? കടപ്പുറക്കാർ പറയുന്ന ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം അവർ നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നതെന്നൊക്കെയാണ് അവർ പറയുന്നത്. ന്യൂസിനോടൊക്കെ പറയുന്നതെല്ലാം നിങ്ങൾക്കും അറിയാമല്ലോ, അങ്ങനെയൊക്കെ തന്നെയാണ് കേൾക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ആരാണ് വീഴ്ച പറ്റിയേക്കുന്നത്? ഇത്രയും റിപ്പോർട്ടും കാര്യങ്ങളും സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്തിട്ട് എവിടെയാണ് വീഴ്ച പറ്റിയത്? എങ്ങനെയാണ് അത് ആരുടെ ഭാഗത്താണ് കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ അത് പുറത്ത് കൊണ്ടുവരണം. അതിന് വേണ്ടുന്ന നിയമ നടപടികൾ എല്ലാം എടുക്കണം. കാരണം നമ്മുടെ നിയമത്തിനോടും നമ്മുടെ ഭരണഘടനയോടും എല്ലാത്തിനും നമുക്കൊരു ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ട്. അത് എങ്ങോട്ടും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ളതിന് മറുപടി കൊടുത്ത് ഇതിനുള്ള ആൾക്കാരെ കൊണ്ടുവരണം. അതുങ്ങളുടെ ദുഃഖവും ദുരിതവും ഒന്ന് കണ്ട് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്നാണ് എൻ്റെ വിഷമം കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോസ് ഇടുന്നത് കേട്ടോ. ഇനിയെങ്കിലും വരുന്നത് ഇവർക്ക് ഇങ്ങനൊരു അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോസ്